ഇലക്ട്രോ സോളോ ട്രാവലിൻ്റെ ഒരു പുതിയ കാശ്മീർ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാശ്മീരിലെ ജനങ്ങളെയും അവരുടെ ജീവിത രീതികളെയും അടുത്തറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ശ്രമമാണ്. അതിനുവേണ്ടി രാവിലെ തന്നെ റിയാസ് ഭായിയുടെ കൂടെ ഒരു ചെറിയൊരു ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. ജോഗിങ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മലയിലേക്കുള്ളൊരു ട്രക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് റിയാസ് ഭായിയുടെ ഒക്കെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. ചെറിയുടെയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെയും പീർ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ കൃഷിയാണ് കേട്ടോ ഇവരിവിടെ നടത്തുന്നത്. ഇതാണ് നമ്മുടെ റിയാസ് ഭായ്. ഇദ്ദേഹം ഇവിടെ മാത്സിൽ PhD ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. കൗച്ച് സർഫ് വഴിയാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. 15 दिन होंगे ना, क्या चल रहा है अप्रैल में ना। हाँ मानो 15 दिन के बाद यहाँ से आप देखोगे हर जगह डिब्बे लगे हुए हैं. उन डिब्बों में होता है हनीज. നിർഭാഗ്യവശാൽ ഇവിടെ ഇത്തരം ഫ്രൂട്ട്സുകളുടെ ഒന്നും തന്നെ സീസൺ അല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ പല ഫ്രൂട്ട്സും. 1-2 മാസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഈ മരങ്ങളിലെല്ലാം തന്നെ നല്ല പൂവായിരിക്കും. അപ്പോൾ തന്നെ നല്ല തേനീച്ചകളും ഇവിടെ വന്നിട്ട് നല്ല തേനും കിട്ടാറുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മളിന്ന് ട്രക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം നമ്മൾ താമസിച്ച വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് അവരുടെ തന്നെ മുകളിലുള്ള കൃഷിസ്ഥലങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കുന്നിൻ ചെരുവാണ്. പോകുന്ന വഴികളെല്ലാം തന്നെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ചും നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിനേക്കാളും എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്നത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ്. നമുക്ക് ഏത് സ്ഥലത്ത് പോയാലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളും ആൾക്കാരും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അതിൽപ്പെട്ട എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഇദ്ദേഹം. चिनार का मानो यही ऑक्सीजन देना यूज है. അങ്ങനെ നമ്മൾ കുറച്ച് കയറ്റമെല്ലാം കയറി ഈ കുന്നിൻ്റെ മുകളിലെത്തി. ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. പവർ റിയാസ് ഭായ് വീട്ടിൽ നിന്ന് ചായ എല്ലാം ഫ്ലാസ്കിലെടുത്ത് അതിൻ്റെ കൂടെ റൊട്ടിയും എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബാഗിൽ അതെല്ലാം ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഇവരുടെ കാശ്മീരി ട്രഡീഷണൽ റൊട്ടി. ഇവിടെ ഇത്രയും നല്ല തണുപ്പത്ത് ഇങ്ങനത്തെ ഒരു മലമുകളിൽ വന്നിട്ട് അവിടെ ഇരുന്ന് വ്യൂ കണ്ടുകൊണ്ട് ചായ കുടിക്കുക അതിൻ്റെ ഫീൽ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവുന്നതല്ലേ. റിയാസ് ഭായ് ആണ് കേട്ടോ ഇവിടുത്തെ എൻ്റെ ട്രിപ്പിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റാക്കി തന്നത്. എൻ്റെ താമസവും എൻ്റെ വണ്ടിയും അതുപോലെ തന്നെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹമാണ് കേട്ടോ എനിക്ക് പറഞ്ഞ് സെറ്റാക്കി തന്നത്. ഇത്തരം ആൾക്കാരെ വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്തുള്ള ഒരാൾ കൂടെ ഇവിടെ വന്നു. അദ്ദേഹത്തോടും ഒരുപാട് സംസാരിച്ചു. അദ്ദേഹം ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു ആളാണ്. അഷ്റഫ് ഭായിയുടെ ഉപ്പയും ഉമ്മയാണ് കേട്ടോ ഇത്. ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവരെനിക്ക് കറക്റ്റായിട്ട് ഒന്ന് പരിചയപ്പെടാൻ സമയം കിട്ടിയത്. നല്ല രസികനായ ഒരാളാണ് കേട്ടോ. ഇവിടെ കാശ്മീരിൻ്റെയും ഈ ശ്രീനഗറിൻ്റെയും ഒക്കെ ഒരുപാട് പഴയ കഥകൾ പറഞ്ഞു തന്ന ആളെ എനിക്ക്. ഇവരുടെ വീട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. അദ്ദേഹം മിക്കവാറും സമയങ്ങളിലെല്ലാം തന്നെ ഈ ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ തണുപ്പിൽ നമ്മുടെ നാട്ടിൽ സിഗരറ്റ് വലിക്കുന്ന പോലെ ഇത് ഇവർക്ക് വളരെ ശീലമായൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ കശ്മീരി കാവ. ഇതുണ്ടാക്കുന്ന ആ പാത്രം തന്നെ ഒരു പ്രത്യേക ഭംഗിയിലാണ് കേട്ടോ അവരതിൽ ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ കനലിട്ടിട്ട് അതിൽ തീ കൊടുത്താണ് ഇവർ ഇതിലെ കാവ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ദിവസങ്ങളിലെല്ലാം തന്നെ രാവിലെ ഈ ദാൽ ലേക്കിൻ്റെ സൈഡിലൂടെ ജോഗിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടുത്തി തരും. ഇവിടുത്തെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും അതുപോലെ ഈ ദാൽ ലേക്കിൻ്റെ
ടൂറിസ്റ്റ് അല്ലാത്ത ഒരു ഭാഗം കാണാൻ കൂടെ നമുക്ക് പറ്റുന്നത് വളരെ ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഈ തോണിയിൽ കാണുന്ന ഈ മൺപാത്രം പോലെയുള്ള പാത്രമില്ലേ, ഇത് ഇവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇവരുടെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഒരു വലിയൊരു ഓവർകോട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഫെയറൻ എന്ന് പറയും അതിന്. അപ്പം ഈ പാത്രത്തിൽ കനലിട്ടിട്ട് അതിൽ തീയിട്ട് ആ പാത്രം അവരുടെ ആ ഫെയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവർ ഇരിക്കുന്നത്. നല്ല തണുപ്പുള്ള സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രഡീഷണലി ഇവർ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഈ ദാൽ ലേക്കിലെ ജീവിതം വളരെ ഒരു വ്യത്യസ്തമായ ജീവിതം തന്നെയാണ് കേട്ടോ ഇവർക്ക്. ഇതിൽ കൂടെ കച്ചവടം നടത്തുന്നവരുണ്ട്, ഇതിൽ മുഴുവൻ സമയവും മീൻപിടുത്തമായി നടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പായലുകൾ അതുപോലുള്ള ചെടികളെല്ലാം എടുത്തിട്ട് കന്നുകാലികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാത്തിനും ഇവർക്ക് ഒരിക്കലും ഇവരെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ദാൽ ലേക്ക് എന്ന് പറയുന്നത്. പിന്നെ ദാൽ ലേക്കിൻ്റെ ഭംഗി അത് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. നേരത്തെ കണ്ട മീൻ പിടിക്കുന്ന ആ കുടുംബമില്ലേ, അവർ ആ നൗകയിൽ തന്നെ അതിൽ തന്നെയാണ് ഇവർ ഒരുപാട് സമയം കഴിച്ചു കൂട്ടുന്നത്. ഈവൻ രാത്രിയിൽ പോലും അവർ അതിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അഷ്റഫ് ഭായ്. ഇദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും നേരത്തെ നമ്മൾ പരിചയപ്പെട്ട് അവരുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവർ നല്ല എക്സസൈസും ജോഗിങ്ങും ഒക്കെ നടത്തുന്ന ആൾക്കാർ തന്നെയാണ്. നമുക്ക് പിന്നെ മുഴുവനായിട്ടും ഇപ്പോൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ജോഗിങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ എക്സസൈസിൻ്റെ കൂടെ ആവശ്യമുണ്ട് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഷിക്കാര ബോട്ടുകൾ, ഇത് എല്ലാവരും പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് ഞാൻ വീഡിയോയിൽ പകർത്തി തന്നേ ഉള്ളൂ. ഒരുപാട് ഭംഗിയുള്ള ബോട്ടുകളാണ് കേട്ടോ ഇവർ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള പൂക്കളും കളർഫുള്ളായ റിബണുകളും അതുപോലെ തന്നെ പലതരം മെത്ത, ഉള്ളിൽ എല്ലാ ഇരിക്കാനും കിടക്കാനും എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു കൊച്ചു ഹൗസിംഗ് ബോട്ട്. പല രീതിയിലുള്ള റേറ്റാണ് കേട്ടോ ഇവർ ചോദിക്കുന്നത്. എനിക്ക് നല്ല മഴയായത് കാരണം ഒരു റൈഡ് പോകാൻ പറ്റിയില്ല. പോയിരുന്നെങ്കിൽ നല്ല വീഡിയോസ് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിരുന്നു. എൻ്റെ ക്യാമറ എല്ലാം നനയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചില്ല. അതുപോലെ തന്നെ കാശ്മീരിലെ ഒരു പ്രധാന കാണേണ്ട ഒരു കാര്യമായിരുന്നു സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ. അത് കാണാൻ ചെന്ന സ്ഥലത്തെല്ലാം സീസൺ അല്ലാത്തത് കാരണം ഇപ്പോൾ അവർ കടുക് കൃഷി നടത്തുകയാണ്. കടുക് ചെടിയുടെ പൂവാണ് കേട്ടോ ഇത് കാണുന്നത്. നല്ല ഗോൾഡൻ കളറുള്ള പൂക്കളുടെ ഒരു വലിയ വയൽ നീല ആകാശത്തിന് താഴെ. മനസ്സിന് വളരെ സന്തോഷം തരുന്നൊരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ ഇത്. അതിൻ്റെ അടുത്തെല്ലാം തന്നെ ഇവിടെ ആടിനെ മേയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും തന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ ഈ കൃഷിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിനോ ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനോ ഇതിൽ കൂടെ ഇറങ്ങി നടക്കുന്നതിനോ അവർക്ക് ഒരു വിരോധവും ഇല്ല കേട്ടോ. വളരെ സന്തോഷത്തോടെ തന്നെയാണ് അതിനെ എല്ലാം അവർ നമ്മളെ സമ്മതിക്കുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് ആൾക്കാർ വന്ന് ഇവരുടെ കൃഷികൾക്കും മറ്റു കാര്യങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. എന്നാലും അവരതെല്ലാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇതാണ് കേട്ടോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു കട. എല്ലാവരും ആ ട്രഡീഷണൽ റൊട്ടി ദിവസേന കഴിക്കുമെങ്കിലും അതെല്ലാം വീട്ടിലും ഉണ്ടാക്കുന്നില്ല. അവർ ഇത്തരം ബേക്കറികൾ പോലുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഇതാണ് കശ്മീരി പൊറോട്ട. ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് വളരെ നല്ല പ്രാക്ടീസ് അതിന് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ചൂടുള്ള എണ്ണയിലാണ് ഇവർ ഇത്രയും വലിയ ഒരു വിഭവം ഉണ്ടാക്കുന്നത്. അത് തന്നെ വളരെ ഡേഞ്ചറായൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരം വലിയൊരു സാധനം തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ എണ്ണ തിരിച്ച് തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്കത് കണ്ടപ്പോൾ അത് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തിട്ട് തന്നെ അവിടുന്ന് പോരാനേ എനിക്ക് തോന്നിയുള്ളൂ. ഇത് ശ്രീനഗറിലെ ഒരു സിറ്റി സൈഡിലുള്ള ഒരു സ്ട്രീറ്റാണ്. ഇവിടെ നടന്ന് ഇവിടുത്തെ ലോക്കൽ ഫുഡും ട്രൈ ചെയ്ത് ഇവിടുത്തെ ആൾക്കാരുടെ ബിസിനസ്സുകളും
ഇവരുടെ ഫുഡുകളും ഇവരുടെ ജീവിത രീതിയും എല്ലാം ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞാൻ ഇവരുടെ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ടൊന്ന് നടക്കുന്നതാണ്. എത്ര കറക്റ്റായിട്ടാണ് കേട്ടോ ആൾ ഇത് കറക്റ്റ് അതിലിടുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കിട്ടുന്നതാണ് ഇവിടുത്തെ കാശ്മീരി സ്പൈസസ്. ഏകദേശം എല്ലാത്തരം സ്പൈസസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹൽവ, അത്തരം ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഇവിടെ നമുക്ക് നാട്ടിൽ നിന്ന് കാണാത്ത ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ജാമിയ മസ്ജിദിൻ്റെ അടുത്തുള്ളൊരു സ്ട്രീറ്റ്. ഇതെന്താണ് നിങ്ങൾക്ക് ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വളരെയധികം നമ്മളെപ്പോഴും വില കുറച്ച് കാണുന്ന തേങ്ങ എന്ന് പറയുന്ന ആൾ. ഇവിടെ എത്തിയപ്പോഴേക്കും ഇതിൻ്റെ വില ഒരുപാട് കൂടി. ഓരോ ചെറിയ കഷ്ണത്തിന് പോലും 10-20 രൂപയാണ് ഇവർ മേടിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ചിരിച്ചുപോയി. ഇതാണ് ശ്രീനഗറിലെ വളരെ ചരിത്ര പ്രധാനമായ ജാമിയ മസ്ജിദ്. ഈ മസ്ജിദ് 1394 കേട്ടോ പണി കഴിപ്പിക്കുന്നത്. സുൽത്താൻ സിക്കന്ദർ ആണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ കൂടായ സൈനുൽ ആബിദീൻ ആണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വർക്ക് തീർക്കുന്നത്. അത്രയും പുരാതനമായ മസ്ജിദ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട് കേട്ടോ. പല പ്രാവശ്യങ്ങളായിട്ട് തകർക്കപ്പെട്ട് വീണ്ടും പുനർനിർമ്മിച്ച ഒരു മസ്ജിദാണ് കേട്ടോ ഇത്. 13,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ കോർട്ട്യാർഡാണ് കേട്ടോ. വളരെ വിസ്താരമായ പുൽമൈതാനം പോലത്തെ ഒരു കോർട്ട്യാർഡാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിലുള്ളത്. അതിൻ്റെ ഒത്ത സെൻറ്ററിൽ ഒരു കുളവും. നല്ല വുഡൻ കരവിരുത് നടത്തിയൊരു മസ്ജിദാണ് കേട്ടോ ഇത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ ഒറ്റ തടിയിൽ തീർത്ത 378 തൂണുകളാണ് കേട്ടോ ഈ മസ്ജിദിനുള്ളത്. ഈ മസ്ജിദിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ശ്രീനഗർ സിറ്റിയാണ്. ഈ മസ്ജിദിൻ്റെ ചുറ്റിയായിരുന്നു പഴയ ശ്രീനഗർ സിറ്റി തന്നെ ഉണ്ടായിരുന്നത്. വൈകുന്നേരത്തെ എല്ലാ തിരക്കും കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ടടുത്ത ഒരാളുടെ ഒരു തട്ടുകടയിൽ നിന്ന് കണ്ട നല്ല ടേസ്റ്റുള്ള മട്ടൻ കബാബ് കഴിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അടുത്തു തന്നെ നല്ലൊരു വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം.